രാം നാരായണ രാം. ഇന്ന് നാം ലോകത്തിലെ ചില പ്രധാന പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കും. ഭൂമിയിലെ ആളുകൾ അവരുടെ സ്വന്തം പ്രശ്നങ്ങൾ കൊണ്ട് കിടപ്പടിയിരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നാം പരിസ്ഥിതിയെ ശ്രദ്ധിക്കാത്തതാണോ വലിയ പ്രശ്നം? ഈ പ്രശ്നങ്ങളുടെ പരിഹാരങ്ങൾ എന്താണ്? അതാണ് ഇന്ന് ഞങ്ങളുടെ വിഷയമായത്. രാം നാരായൺ രാം ഒരു ശബ്ദ ഊർജമാണ്. ഇതിൽ ആദ്യത്തെ രാം ആകാശം അഥവാ ആകാശനല്ലെന്ന് സൂചിപ്പിക്കുന്നു. തുടർന്ന് നാരായൺ എന്നത് അനവധി നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും സൂചിപ്പിക്കുന്നു. പിന്നെ വന്ന രാം എല്ലാത്തരം ജീവജാലങ്ങൾ, പ്രാണികൾ, ട്രീസ് എന്നിവയെ സൂചിപ്പിക്കുന്നു. രാം നാരായൺ രാമിൻ്റെ ശബ്ദം ഒരു സമ്പൂർണ്ണ ശബ്ദം ആണ്. ഇത് ആകാശം, ഭൂമി, പാതാളം, ജീവജാലങ്ങൾ എന്നിവയെ ഉൾക്കൊള്ളുന്നു. ഇതിൽ ആരെയും ഒഴിവാക്കി അല്ലെങ്കിൽ പിന്നോട്ട് തള്ളിയിട്ടില്ല. രാം നാരായൺ രാമിൻ്റെ ശബ്ദത്തിൽ മണ്ണിൻ്റെ കണങ്ങളിൽ നിന്ന് തുടങ്ങി എല്ലാം ഉൾപ്പെടുന്നു. ഈ ശബ്ദം തന്നെയാണ് ദൈവത്തിൻ്റെ യഥാർത്ഥ പേര്. രാം നാരായൺ രാമിൻ്റെ ശബ്ദം എല്ലാ മരങ്ങൾ, ജീവജാലങ്ങൾ, പ്രാണികൾ എല്ലായിടത്തും ഉണ്ടാകും. ഇത് നമ്മുടെ ആന്തരിക ബുദ്ധിയും ജാഗ്രതയുമാണ്. രാം നാരായൺ രാമിൻ്റെ ശബ്ദം എല്ലാവർക്കും ലഭ്യമാണ്. എല്ലാരോടും ബന്ധപ്പെട്ടു എല്ലാം പരിപാലിക്കുമ്പോഴാണ് ഈ ശബ്ദം ഇടപെടുന്നത്. രാം നാരായൺ രാം നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുകയും മനസ്സിലാക്കുകയും നമുക്ക് സഹായം എത്തിക്കുകയും ചെയ്യുന്നു. എല്ലാം സമ്പൂർണമായും രാം നാരായൺ രാം യുടെ അടിസ്ഥാനം നമ്മുടെ എല്ലാം ആലോചനകൾക്കും പ്രവൃത്തികൾക്കും പരിചയപ്പെടേണ്ടതാണ്. ഇതിൻ്റെ കാരണങ്ങൾ നമ്മുടെ അനേകം പ്രായത്തിൻ്റെ ആശയങ്ങളും അധിഷ്ഠിത കർമ്മങ്ങൾ നമുക്ക് നേരിട്ട് സൃഷ്ടിച്ച മനുഷ്യൻ്റെ പണി കൊണ്ടാണ്. മനുഷ്യനിർമ്മിതമായ ന്യായവും മതങ്ങളും നമ്മുടെ ജീവിതങ്ങളെ ഭ്രാന്തരാകുന്നു. 400 മതങ്ങളാണ് ലോകത്ത് നിലവിലുള്ളതും, പക്ഷേ അവ മനുഷ്യമിറന്ന ന്യായങ്ങൾ മാത്രമാണ്. നട്ടെല്ലിൽ പ്രണയം സമാധാനം ആണ്, അഥവാ അത് ജീവിതത്തിൻ്റെ വഴിയും